അവസാന ബഡ്ജറ്റിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോകാമല്ലോ. അതിനകത്ത് പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ലല്ലോ. ബഡ്ജറ്റ് അവസാനത്തേത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ധവളപത്രം വന്നപ്പോൾ കണ്ടതാണ്. അതായത് കൃത്യമായിട്ട് അലോക്കേഷൻ ഇല്ലാതെ പദ്ധതികൾ പ്രഖ്യാപിച്ച ഒരു ബഡ്ജറ്റായിരുന്നു. 20,000 കോടി അലോക്കേഷൻ ഇല്ലാതെ 35,000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച ഒരു ബഡ്ജറ്റായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റ്. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും ചെയ്യാത്ത തരത്തിലുള്ള ഒരു ഒരു ഗിമിക്കാണ് ബഡ്ജറ്റ് വെച്ചുകൊണ്ട് കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇവിടെ മറുപടി പറയാൻ സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട്, ഞങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഞങ്ങൾ UDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അല്ല, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പരമാവധി സൗജന്യമാക്കുക എന്നുള്ളതിനകത്തോടെ ആർക്കും വിയോജിപ്പൊന്നുമില്ലല്ലോ. അതൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങളൊക്കെ നെഹ്റുവിയൻ സോഷ്യലിസം പിന്തുടരുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാഴ്ചപ്പാടുകളോട് നമുക്കെല്ലാവർക്കും യോജിപ്പ്, അല്ലെങ്കിൽ ഞങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതിൻ്റെ മോഡാലിറ്റീസിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിച്ച് തീരുമാനമെടുക്കും. FIUGPയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് കൂടാതെയാണ് FIUGP നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രയാസങ്ങൾ സർവകലാശാലകൾ അനുഭവിക്കുന്നുണ്ട്, അധ്യാപകർ അനുഭവിക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. FIUGPയെ സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയെ നമ്മൾ വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരു സമിതിയെ വെച്ച് അതിനെക്കുറിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തും. കാലിക്കറ്റ് MG സർവകലാശാലകളിൽ ഇങ്ങനെ ഒരു വിഷയം ചില വിദ്യാർത്ഥികൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചില മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതിനുള്ള പരിഹാരം ഉണ്ടാക്കും. Government is yet to take a decision on KIFBI and how KIFBI projects are going to continue. Government still has not taken a decision on that. As the Honorable Chief Minister has already made it clear, we are reviewing the KIFBI projects and we will take a call on that. Once the government takes a call on the KIFBI projects, we will follow the same in universities also. We know there are a lot of complaints regarding KIFBI fund allocation, the way it is being done, the projects that they have undertaken. So the government is reviewing all that and we'll take a call on that and we'll move forward based on that. And the second question regarding the private universities bill, as all of you know, the last assembly passed the bill and it was sent to governor for consideration, but the governor already sent it to the consideration of the honorable president, and it is still pending with the president. So we will see how we can take it up, because there are a lot of technical issues involved in that, because it's already with the honorable president. So but we all agreed. The bill was passed unanimously by the assembly, though we had certain reservations regarding certain provisions made in the bill. We agreed to the bill and the bill was passed unanimously. So we are checking the possibilities to how we can take this forward and we'll take a call on that. 2020 കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇറങ്ങിയ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ അവരുടെ 16 മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് എന്നുള്ള നിലയിലേക്ക് എല്ലാ അധ്യാപകർക്കും എന്ന നിലയിലേക്ക് വന്നപ്പോൾ സബ്സിഡിയറി കോഴ്സുകളിൽ പഠിപ്പിക്കുന്ന തസ്തികകൾ പോലും അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ PG വെയിറ്റേജ് എടുത്തു കളഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ആ PG വെയിറ്റേജ് എടുത്തു കളഞ്ഞതിൻ്റെയും ഈ 16 മണിക്കൂർ എന്നുള്ള എല്ലാവർക്കും നിർബന്ധിതമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം തസ്തികകൾ അധികമായിട്ട് വന്നിരിക്കുന്നത്. 2020 അന്നത്തെ ഗവൺമെൻറ് ചെയ്ത ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും അതിനെ പരിശോധിച്ച് എന്ത് നടപടികൾ, കുറേയധികം 4-5 വർഷത്തോളം നടന്ന ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ച് എന്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. നമുക്ക് PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSCയിൽ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി ജോലി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ലൈൻ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 1ാം റാങ്ക് PSCയിൽ 1ാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് ജോലി കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം നിലവിലുണ്ട്.
ഞങ്ങളുടെ പുതിയുഗ യാത്രയിലൊക്കെ അത്തരം വിഷയങ്ങളുമായിട്ട് വന്ന ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് അതിന് ആവശ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കും.